ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിങ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഞാനൊന്ന് ചോദിക്കട്ടെ. നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്കത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ളൊരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. മുബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള ലേഡിയാണിത്. ഓക്കെ, മുബീന എന്നതാണ് പേര്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞ ഈ ഒരു രീതിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നതിന് മുമ്പേ ഈ പുള്ളിക്കാരി ഹിജാബ് ധരിച്ച് ഡാൻസ് കളിച്ച ആ പെൺകൊച്ചിന്റെ ഡാൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോ ഈ കണ്ട ഡാൻസ് ഇത് മനോഹരമായിട്ടാണ് പുള്ളിക്കാരി കളിച്ചിരിക്കുന്നത്. നല്ല വൃത്തിക്ക് തന്നെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ശരിക്കും റീല് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തവണ കൂടി ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ഈ വീഡിയോ എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.34 മില്യൺ ലൈക്ക് തന്നെ യൂട്യൂബിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല റീച്ച് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ കമന്റ് സെക്ഷനിലെല്ലാം ശരിക്കും മുസ്ലിംസ് ആയിട്ടുള്ള, അതായത് മുസ്ലിം വിശ്വാസികൾ, അത്യാവശ്യം നല്ലപോലെ വിശ്വസിക്കുന്ന ആളുകൾ പോയി കിടന്ന് കമന്റ് ഇട്ട് എഴുതുന്നുണ്ട്. ഒരുപാട് ആളുകൾ വന്ന് കമന്റ് ഇടുന്നുണ്ട്. നിങ്ങളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല സുഖമാണെന്നും നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വന്ന് കമന്റ്സും ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരിക്കും ഈ മുബീന പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ ഓരോ മതത്തെയും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നത്, അവരുടെ വിശ്വാസങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. ഓക്കെ, അവരുടെ ഓരോ കാര്യങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ ഒരു ഡാൻസ് കളിച്ചതിന്റെ പേരിൽ ഈ പെങ്കൊച്ചിന് ഇത്രമാത്രം ക്രൂശിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ കുരിശിൽ കയറ്റേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ മുബീന ചേച്ചി ആളത്ര വലിയ സംഭവമൊന്നും അല്ല. പുള്ളിക്കാരിയും ഡാൻസ് ഒക്കെ കളിക്കാറുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോ പുള്ളിക്കാരി പറഞ്ഞത് ആ ഒരു എന്താ ഹിജാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തട്ടമാണോ? എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു തട്ടമിട്ട് കളിക്കുന്നതുകൊണ്ട് ശരിക്കും എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. അഭിപ്രായം അറിയാവുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. കാരണം എന്താ, ബാക്കിയുള്ള കുട്ടികളെല്ലാവരും ഇതൊന്നും തട്ടമിടാതെയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ പുള്ളിക്കാരി മാത്രം തട്ടമിട്ടു. അതിനെയാണ് ഈ മുബീന എന്ന് പറയുന്ന സ്ത്രീ എതിർക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടി നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുനോക്കാം. ഷീ ഈസ് വെയറിങ് ഹിജാബ്. ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഇതാരപ്പാ ഈ പറയുന്നേ? എന്റെ പൊന്നെ ഹിജാബിട്ട ദിനിത്താത്ത, നിങ്ങളുടെ പണ്ടത്തെ വീഡിയോ ആയിരിക്കാം ഇത്. എന്നാൽ നിങ്ങളുടെ പണ്ടാണ് ഇപ്പത്തെ പലരുടെ ഇന്ന്. അതിന് ഒരു വർഷം മുന്നേ വരെ നിങ്ങൾക്ക് തോന്നിയ പോലെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിച്ചത്. ഇപ്പൊ നിങ്ങൾ വലിയ ദീനിയായെന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവരെ നിങ്ങൾ എന്തിനാണ് ജഡ്ജ് ചെയ്യുന്നത്? ഹിജാബിട്ട് വീഡിയോ ചെയ്യുന്നത് തെറ്റാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പ്രസംഗിക്കുന്ന എന്റെ താത്ത, ലക്ഷക്കണക്കിന് അപരിചിതരായ പുരുഷന്മാർ കാണുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് മുഖം കാണിച്ച് പ്രസംഗിക്കുന്നത് ഹറാമാണെന്ന് ഞാൻ പറയുന്നില്ല, ഹലാലാണെന്ന് എവിടെ പറഞ്ഞേക്കുന്നത്. പഴയ വീഡിയോ എന്തുകൊണ്ട് റിമൂവ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചപ്പോ ദീനിയായ താത്ത പറയുന്നത് കൊളാബറേഷൻ ആണെന്ന്. എന്താ താത്ത, കൊളാബറേഷൻ ആണോ നിങ്ങൾക്ക് വലുത്? സ്വന്തം കാര്യം വരുമ്പോ കൊളാബറേഷനും ഹലാലും, ബാക്കിയുള്ളവരുടെ കാര്യം വരുമ്പോ
ഹിജാബ് താത്ത, എല്ലാവരും മരിച്ചു ചെല്ലുന്നത് പടച്ചവന്റെ അടുത്താണ്. അവനവൻ ചെയ്യുന്ന നല്ലതും ചീത്തയായ കാര്യങ്ങൾക്ക് പടച്ചവന്റെ അടുത്ത് അവര് മറുപടി കൊടുത്തോളൂ. താത്തക്ക് എല്ലാത്തിന്റെ സൂക്കേടാ. ഒപ്പനയ്ക്കൊക്കെ നമുക്കിനി പുതിയ കോസ്റ്റ്യൂം ഇറക്കാം അല്ലേ താത്ത? ഒപ്പനയൊക്കെ കളിക്കുന്ന സമയത്ത് ഈ ഹിജാബ് ഇട്ടുകൊണ്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഇതിട്ട് കളിക്കുന്നത് ഒരു കുറ്റമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒപ്പന കളിക്കുന്നത്, അതായത് നമ്മൾ യൂത്ത് ഫെസ്റ്റിവലിനടക്കം ഓരോ കോമ്പറ്റീഷൻ പ്രോഗ്രാമുകളൊക്കെ അടക്കം ഒപ്പന കളിക്കുന്ന സമയത്ത് എല്ലാവരും ഈ ഹിജാബൊക്കെ ഇട്ട് തന്നെയാണ് കളിക്കുന്നത്. ഓക്കെ, സിനിമാറ്റിക് ഡാൻസിനും എല്ലാം ഹിജാബ് ഇട്ടാണ് കളിക്കുന്നത്. നമ്മുടെ എത്രയോ സിനിമകളിൽ ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഈ മുബീന താത്തയ്ക്ക് എന്തേ ഇതിനൊന്നും എതിരെ റിയാക്ട് ചെയ്യാൻ സാധിക്കാഞ്ഞതെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും ഇപ്പോൾ മുബീന താത്ത ഡാൻസ് കളിക്കുന്ന നിങ്ങൾ കണ്ടല്ലോ, പുള്ളിക്കാരിക്ക് എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഏതാണ്ട് 7 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ട്. പക്ഷേ അതൊക്കെ ഈ ഡാൻസ് ഒക്കെ കളിച്ച് കിട്ടിയതാണ്. സോ ഇപ്പോൾ പുള്ളിക്കാരി എന്തോ ഒരു ദൈവീക പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെയാണ് പുള്ളിക്കാരിയുടെ ഇൻസ്റ്റാഗ്രാമിൽ കയറിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ദൈവവിശ്വാസം വേണ്ടെന്ന് പറയുന്നില്ല, നല്ലതാണ്. പക്ഷെ അത് മറ്റുള്ളവരെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അത്ര നല്ല കാര്യമാണോ എൻ്റെ ചേച്ചി എന്ന് ഞാൻ ചേച്ചിയോട് വീണ്ടും ചോദിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി, ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ച ഒരു പോസ്റ്റ് ഉണ്ടല്ലോ, അതായത് ആ കൊച്ചിനെ കുറ്റം പറയുന്ന പോസ്റ്റ്, ആ പോസ്റ്റ് ചേച്ചി ഇപ്പോൾ അക്കൗണ്ടിൽ നിന്നും ജസ്റ്റ് മുക്കിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അക്കൗണ്ടിൽ നിന്നും എടുത്ത് കളഞ്ഞു. അതിന് കാരണം മറ്റൊന്നുമല്ല, ആ ഡാൻസ് കളിച്ച കൊച്ച് ഈ ചേച്ചി വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ എന്തോ ചെയ്ത് ഈ ചേച്ചിക്ക് ചെറിയ എന്തോ ഒരു പേടിയോ പണിയോ എന്തേലും കിട്ടുമെന്ന് ഭയന്നിട്ടായിരിക്കണം പുള്ളിക്കാരി അത് മാറ്റി. അപ്പം അതിനെപ്പറ്റിയും പുള്ളിക്കാരി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്നേ, അതും കൂടെ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ പെൺകുട്ടി എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം എന്നുള്ളത്. സോ ഐ മെസ്സേജ് ഹെർ. ഞങ്ങൾ തമ്മിൽ നല്ലൊരു നൈസ് കോൺവെർസേഷൻ നടന്നു. ആ കോൺവെർസേഷൻ ഇവിടെ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊന്നും തൽക്കാലം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഞാൻ പറഞ്ഞൊരു ചെറിയ ഭാഗം ഇവിടെ കേൾപ്പിക്കുകയാണ് കേട്ടോ. മോളെ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 7 വർഷമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ട്രോൾസ് ഒരു പുത്തരിയല്ല. ഇതൊക്കെ ഒരുപാട് കണ്ടതാണ്. മോൾക്ക് ഇപ്പോൾ പുതിയതായതുകൊണ്ട് അത് മനസ്സിലാവാത്തത്. പിന്നെ ഒരുപാട് മുസ്ലിംസ് എത്തിസ്റ്റുകൾ എനിക്കെതിരെ സ്ട്രോങ് ആയിട്ട് വീഡിയോ ചെയ്ത സ്ഥിതിക്ക് അവരുടെ മുന്നിൽ മുട്ടുകുത്താൻ എനിക്ക് താല്പര്യമില്ല. പക്ഷേ മോളുടെ മെസ്സേജിൻ്റെ മുന്നിൽ ഞാനത് ചെയ്യും. കാരണം നിന്നെ ഞാനൊരു സഹോദരിയെ പോലെ കാണുന്നുള്ളൂ. മോൾ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും എന്ത് അസഭ്യം പറഞ്ഞാലും ഞാൻ തിരിച്ചൊന്നും പറയത്തില്ല. കാരണം എനിക്ക് മോള് ഈ പ്രായത്തിലുള്ള കുട്ടിയാകുമ്പോൾ എനിക്ക് അറിയാതൊക്കെ കേട്ടോ. അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഈ വോയിസ് ഞാനിവിടെ കേൾപ്പിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഐ ആം നോട്ട് സ്കെയർഡ് ഓഫ് എനി വൺ ബട്ട് ഓൺലി അള്ളാഹ്. അതുകൊണ്ട് ആ കുട്ടിക്കൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമായിട്ട് ഞാൻ ഈ വീഡിയോ 1.4 മില്യൺ വ്യൂസുള്ള ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാണ് ഫോർ നൗ. ഓക്കെ, ഒരാളെയും ബുദ്ധിമുട്ടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്കെതിരെ വീഡിയോ ചെയ്ത് ആളുകൾക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും എല്ലാവരെയും ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ബി ഹാപ്പി, അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും ഒരു ദിവസം മരണപ്പെടേണ്ടവരാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമൊന്നും വെച്ചിട്ടൊരു കാര്യമില്ല. സോ എനിക്ക് ആരോടും ദേഷ്യമില്ല. അതാ നമുക്ക് എല്ലാവർക്കും നേർവഴി കാണിച്ചു തരട്ടെ. ആമീൻ. ഓക്കെ, എന്തായാലും ആ കൊച്ച് നല്ല രീതിയിൽ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ കൊച്ചിൻ്റെ ചാറ്റും കാര്യങ്ങളൊക്കെ പുള്ളിക്കാർ ബ്ലർ ചെയ്ത് വെച്ചിരിക്കുന്നു, വോയിസ് ഒന്നും കേൾപ്പിക്കുന്നുമില്ല. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ട് തന്നെ ആയിരിക്കണം. ഓക്കെ, എന്തായാലും എൻ്റെ മുബീന ചേച്ചി കാണിച്ചത് മണ്ടത്തരം തന്നെയാണ്. ഓക്കെ, ഈ ദൈവം എങ്ങും പറഞ്ഞിട്ടില്ല ഇതിട്ടിട്ട് ഡാൻസ് കളിക്കരുതെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അതൊരു കോളേജിൽ പഠിക്കുന്ന കൊച്ചാണ്. അതിൻ്റെ കോളേജിൽ അതിന് ആ ഒരു ലൈഫ് പിന്നെ കിട്ടത്തില്ല. കോളേജ് ലൈഫ് ഒന്നും പിന്നെ തിരിച്ചു കിട്ടത്തില്ല. സോ ആ ഒരു ലൈഫിൽ അത് എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റിൽ അത് തട്ടോട്ടുകൊണ്ട് ഒരു ഡാൻസ് കളിച്ചതിന്റെ പേരിൽ ചേച്ചി അതിന് ഇത്രമാത്രം ഒരു സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ ചേച്ചി. ഓക്കെ, അപ്പോൾ ചേച്ചി എന്തായാലും ചേച്ചിക്കെതിരെ വീഡിയോ ഇടുന്നവർക്കൊക്കെ ചേച്ചി ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി എന്നോട് ക്ഷമിച്ച് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ചേച്ചി ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. പ്രേക്ഷകരെ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് മുസ്ലിംസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ കാണും. സോ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഈ തട്ടമിട്ട് കളിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കൂടി നിങ്ങൾ ജസ്റ്റ് ഇതിനകത്തൊന്ന് കമന്റ് ആണ്, അറിയാവുന്നവർ മാത്രം. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരിൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൽ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്ക്. കാരണം ഇനിയെങ്കിലും ഇതുപോലുള്ള അപരാധങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആരും തന്നെ വരാതിരിക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. എന്നെ ഫോളോ ചെയ്യണം. യൂട്യൂബിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാൻ സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ ബൈ.